സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വേദാന്ത പ്രകരണങ്ങളാണ് സ്വാമിജി വരാത്ത ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നത്. അതിലനേകം പ്രകരണങ്ങളുള്ളതിൽ ഒന്നായിരുന്നു നമ്മൾ ചിന്തിച്ച തത്വബോധം. ഇനിയും അനേകമുണ്ട്. അതിനെ തന്നെ നിർവചിക്കുന്ന, അതിലെ ഓരോ പദങ്ങളും ഒന്നുകൂടി നിർവചിക്കുന്ന ചെറിയൊരു ബോധമാണ് ആത്മബോധം. അപ്പോൾ അതെടുക്കണോ, അതൊന്നുകൂടി അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റും. അതിന് ചില മനസ്സിലാവാത്ത പദങ്ങളെ ഒന്നുകൂടി വിസ്തരിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്, അല്ലാതെ കൂടുതലൊന്നുമില്ല. പിന്നുള്ളത് വേദാന്തത്തെ രസകരമായിട്ട് നമ്മൾ അപഗ്രഥിച്ച പല വഴികളുടെ അന്തസ്സത്തെ പറയുകയാണ് ചെയ്യുന്നത്. അത് വേദാന്ത വിജ്ഞാനമാണ്. ഭൗമപദാർത്ഥങ്ങൾ എപ്രകാരം അതിൻ്റെ സ്വതസിദ്ധമായ കഴിവുകൊണ്ട് അഭിവൃദ്ധിപ്പെടുന്നില്ലയോ, അതായത് ഭൂമിയിൽ വെള്ളം ഉണ്ടായാലേ നമുക്ക് കുടിക്കാൻ പറ്റൂ. വെള്ളം ഭൂമിയുടെ സ്വതസിദ്ധമായതല്ല, വേറെ സ്വീകരിക്കണ്ടേ. നമ്മൾ അരി ആന്ധ്രക്കാരുടെ നിന്ന് സ്വീകരിക്കുന്നത് പോലെയും പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് സ്വീകരിക്കുന്നത് പോലെയും ഭൂമിയിലുള്ള എല്ലാവരും ഭൂമി വരെ എല്ലാറ്റിനെയും പുറത്തുനിന്ന് സ്വീകരിക്കുന്നതാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് വേദാന്ത വിജ്ഞാനം. എന്നാൽ ഉള്ളതേതോ അത് സ്വീകരിക്കുന്നതല്ല, ബാഹ്യമായതൊക്കെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവയെല്ലാം ആഗമാപായികളാണ്, വന്നു പോകുന്നവരാണ്. വന്നതൊക്കെ പോകും, കൊണ്ടും പോകും. വന്നു ചേർന്നത് കൊണ്ടാണല്ലോ ഉണ്ടാവുന്നത്. ഇതിനെ പറഞ്ഞ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ പോയി പോയി സർവമാർഗങ്ങളെയും, അത് യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനം എന്ന മാർഗമായാലും, മൂലാധാര സ്വാധിഷ്ഠാന മണിപൂര കനാഹത വിശുദ്ധി ആജ്ഞ എന്നീ മാർഗമായാലും, അല്ല ഉപനിഷത്ത് വിചാരത്തിൻ്റെ മാർഗമായാലും, അല്ല പഞ്ചകോശ വിവേകം അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ കോശമായാലും, സ്ഥൂല സൂക്ഷ്മ കാരണമാകുന്ന തനുത്രയമായാലും, ജാഗ്രത സ്വപ്ന സുഷുപ്തിയാകുന്ന അവസ്ഥാത്രയമായാലും, ഈ മാർഗങ്ങളെല്ലാം തന്നെ ശരിക്കും നമ്മെ അപഗ്രഥിച്ച് അതിൻ്റെ ഒരു നമ്മുടെ ഇന്ന് അനുഭവിക്കുന്ന മേഖലയിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്ന പുസ്തകമാണ് വേദാന്ത വിജ്ഞാനം. അപ്പോൾ ഇതൊക്കെ വേദാന്തം തന്നെയാണ്. പിന്നെ ഒന്നുള്ളത് മനീഷാ പഞ്ചകമാണ്. മനീഷ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ 5 ഭാവങ്ങളെ പറ്റി പറയുന്നതാണ്. പിന്നെ ഉള്ളത് എല്ലാവർക്കും സമ്മതമുള്ള വിവേക ചൂടാമണിയാണ്. പിന്നെ ഒന്നുള്ളത് ശ്രീരാമഗീത വേദാന്ത പ്രകാശിക വ്യാഖ്യാനം, സ്വാമിജി വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അത് പുരാണാന്തർഗതമായ രാമായണത്തിലെ ഭാഗമാണ്. അത് ലക്ഷ്മണോപദേശത്തിൻ്റെ ഭാവത്തിൽ കൊണ്ടുവന്നതാണ്. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ആവാം. ചെറുത് വേണമെങ്കിൽ മറ്റേ ഇതുണ്ട്, ഏത് ആത്മബോധം. ഇനി ഇതേ ഉള്ളൂ എന്നില്ല, പുസ്തകങ്ങൾ അനേകം ഉണ്ടാവും കേട്ടോ ലൈബ്രറിയിൽ. അതല്ല, ഏതാ വേണ്ടത്? ആത്മബോധമാക്കാം. ശരി.
ആദ്യമായിട്ട് അതിൽ പറയുന്നത് അധികാരി, വിഷയം, സംബന്ധം ഒക്കെ തന്നെയാണ്. അതിനി നമ്മൾ ചിന്തിക്കുന്നില്ല, കാരണം അതിൻ്റെ ആവർത്തനം തന്നെയാണ്. അത് ഒരേപോലെ തന്നെ പറയാൻ പറ്റുള്ളൂ, മറ്റൊന്നും പറയാനില്ല. കാരണം വേദാന്തത്തിൽ ആരൊക്കെയാണ് അധികാരി അത് ഇനി മാറാൻ പോകുന്നില്ലല്ലോ. പക്ഷെ ആത്മസാക്ഷാത്കാരം എന്നുള്ള ഒറ്റ വാക്കുകൊണ്ട് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആത്മസാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ഈ സാക്ഷാത്കാര ശബ്ദം പലപ്പോഴും ഉപയോഗിച്ച് കാണാറുണ്ടെങ്കിലും അത് സംശയലേശമെന്നെ അറിയലിന് പറയുന്ന പേരാണ് ഈ സാക്ഷാത്കാരം എന്നുള്ളത്. അപ്പൊ സംശയത്തോടു കൂടി അറിയലല്ല, സംശയത്തോടു കൂടി ആത്മാവിനെ അറിയുന്നവർ പലരുമുണ്ട്. നമ്മൾ മാത്രമൊന്നുമല്ല, നമ്മളും അതിൽപ്പെട്ടവരാണ്. പക്ഷെ അതിനെ ആ സംശയത്തോടു കൂടിയുള്ള അറിവ് സുദൃഢമായി സംശയമില്ലാതെ അറിയലാണ് സാക്ഷാത്കാരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ഏത്? അതിനുള്ള ബോധമാണ് ഏത്? ആത്മബോധം എന്ന് പറയും. ആത്മാവ് എന്ന് പറയുമ്പോൾ ആത്മാവല്ലാതെയുള്ള ശരീരാദി ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം ആണ് നമ്മെ ബന്ധിപ്പിക്കുന്നതെന്ന് രാമായണം പറയും, അല്ലേ? ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളാൽ, അല്ലേ, വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ. അപ്പൊ ആത്മാവല്ലാതെയുള്ള ദേഹം തുടങ്ങിയ വസ്തുക്കളിലുള്ള ബോധമാണ് നമ്മെ ഈ ലോകത്തിൽ, ത്രിലോകത്ത്, 3 ലോകങ്ങളിലും ബന്ധിക്കുന്നത്. ഭൂലോകം, ഭുവർലോകം, സുവർലോകം എന്ന് വേർതിരിച്ചാൽ, അഥവാ 14 ലോകങ്ങളായി ബന്ധിച്ചാലും അത് പറഞ്ഞാലും അതിലൊക്കെ നമ്മളെ ലോകഗമനത്തിലേക്ക് ആകുന്നുള്ളൂ. സ്വർഗം, അല്ലേ, എന്നൊക്കെ പറഞ്ഞ സ്വർഗത്തിന്റെ അതൊക്കെ ലോകമാണ്. ഇനി അല്ല വൈകുണ്ഠം, അല്ല കൈലാസം, ഇങ്ങനെയുള്ള ലോകങ്ങളായാലും അതൊക്കെ ലോകഗമനമാണ്. ലോക്യതേ ദൃശ്യതേ അനേന ഇതി ലോകം. കാണപ്പെടുന്നതേതോ അതാണ് ലോകം. കാണപ്പെടുന്നതെല്ലാം എന്താണ്? നശിച്ചു പോകുന്നതാണ്. നശിച്ചു പോകുന്നതിനെ കുറിച്ചുള്ള അറിവും നശിച്ചു പോകും, അറിയുന്നവനും നശിച്ചു പോകും. നശിക്കുന്നതിനെ കുറിച്ചുള്ള അറിവ്, നശിക്കുന്ന വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടത് ഏതോ അതും നശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ആത്മാവ് അല്ലാതെ ഇതിനുള്ള ബോധത്തെ നീക്കുകയാണ് വാസ്തവത്തിൽ ആത്മബോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേതി നേതി ന ഇതി ന ഇതി, ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് നീക്കി 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 അങ്ങനെ ആത്മസാക്ഷാത്കാര ദശയിൽ നീക്കിയവനെ കൂടി നീക്കുമ്പോൾ, ആരാ നീക്കിയത്? ഞാൻ. ആ ഞാൻ എന്നുള്ളത് പോലും വേറെയില്ലാതെ ആ നീക്കിയതിനെയും കൂടി നീക്കിയിട്ട്, അപ്പോ യാതൊന്ന് ബാക്കിയുണ്ടോ അതാകുന്നു ആത്മാ. അത് പ്രതിശരീരം ഭിന്നനല്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. തപസ്സുകളെ കൊണ്ട് പാപങ്ങളറ്റവനും, എങ്ങനെ? തപസ്സുകളെ കൊണ്ട് പാപങ്ങളറ്റവനും. പൊതുവെ അതിന്റെ അധികാരം പറയാട്ടോ, മറ്റേ അധികാരം പറയുന്നില്ല, അത് തന്നെയാ പറയാനുള്ളത്. ഇവിടെ തപസ്സുകളെ കൊണ്ട് എന്ന് പറയുമ്പോൾ പാപമറ്റവനാണ് ഇത് കേൾക്കാൻ അധികാരി, അഥവാ ഇതിലൂടെ ചരിക്കാൻ അധികാരി എന്ന് പറയുമ്പോൾ എന്താണ് തപസ് എന്നുള്ളത് ശാസ്ത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും, ഇല്ലേ, ഉണ്ട്. ഇപ്പോ ഗീതയിൽ പറയുകയാണെങ്കിൽ 3 തരം തപസ്സുകളെ കുറിച്ച് പറയും. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്ത് സ്വാധ്യായാഭ്യസനം ചെയ്വ വാഗ്മയം തപ ഉച്യതേ. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേത തപോ മാനസമുച്യതേ. ദേവദ്വിജ ഗുരു പ്രാജ്ഞപൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസാച്ച ശാരീരം തപ ഉച്യതേ. ഇത് 3 കൂടിയാൽ എന്തായി? തപസ്സായി എന്ന് പറയും. വേദാന്ത ശാസ്ത്രങ്ങളിൽ തപസ്സിന് ഒറ്റ വാക്യത്തിൽ നിർവചനം തരും. മനസ്സുകൊണ്ടും മനസ്സും ഇന്ദ്രിയങ്ങളുമുള്ള ഏകാഗ്രതമമായ സ്ഥിതിവിശേഷത്തെ പറയുന്ന പേരാണ്. അത് നേടാൻ സഹായിക്കുന്നതെല്ലാം തന്നെ തപസ്സാണ്.
അത് നേടാൻ സഹായിക്കുന്നില്ലെങ്കിൽ ഒന്നും തപസ്സത്ത് നല്ലതാണ്. തപസ്സെന്ന് പേരിട്ട് വിളിച്ചാലും അത് തപസ്സല്ല. എന്നാൽ മനസ്സേന്ദ്രിയാണാം ഐകാഗ്ര്യം പരമം തപ, മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതമമായിരിക്കുന്ന ഭാവത്തെ പ്രാപിക്കാൻ കാരണമായത് ഏതോ അതൊക്കെ തന്നെ തപസ്സായിട്ട് നമുക്ക് പറയാം. എന്നാൽ അതാണ് അതിൻ്റെ ഉദ്ദേശം. തപസ് എന്നുള്ള വാക്ക് തന്നെ തപിപ്പിക്കുക, ചൂടാക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ചൂടാക്കി കഴിഞ്ഞാൽ എന്തായി? അത് സംസ്കരിച്ചെടുക്കലായി. സംസ്കരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായി? സമ്യക് കൃതമാണ് സംസ്കാരം, അല്ലേ? നല്ലതുപോലെ ചെയ്യപ്പെട്ടതാണ്. നല്ലതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ കലർന്ന ഭാവങ്ങളെ എല്ലാം മാറ്റി അതിൻ്റെ തനത് ഭാവത്തെ തിരിച്ചു കൊണ്ടുവരിക. ഇപ്പൊ ശരീരം സംസ്കരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിൽ ഈ പഞ്ചീകരണ പ്രക്രിയ നടന്ന് ഈ ശരീരമായി തീർന്നത്, അല്ലേ? സ്ഥൂല ശരീരമായി തീർന്നത്. കാരണം പഞ്ചീകരണം നടന്ന സ്ഥൂല ശരീരമായി. ആ സ്ഥൂല ശരീരമായി കാണപ്പെടുന്ന ശരീരമായി തീർന്നതിന് എന്ത് ചെയ്യണം? എപ്രകാരമാണോ അത് തിരിച്ചാക്കുന്നത് അതിന്റെ പേരാണെന്ത്? സംസ്കാര കർമ്മം, അന്ത്യേഷ്ടി. അന്ത്യേഷ്ടി. അപ്പൊ അതിന്റെ തനത് ഭാവത്തെ പ്രാപിച്ചു. ഇത് ചിലതൊക്കെ കൂടി ചേർന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത്, ഈ മായയുടെ വശത്തിലായത്. മറ്റതെന്തായി? മായയ്ക്ക് അതീതനായി. ഇത് മായയ്ക്ക് അധീനമാണ്. മായയ്ക്ക് അധീനമായത് മായയ്ക്ക് അതീതമാക്കി തീർക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണെന്ത്? സംസ്കാരം എന്നുള്ളത്. നല്ലതുപോലെ ചെയ്യപ്പെടുക. അപ്പോൾ വാസ്തവത്തിൽ സ്ഥൂല ശരീരത്തിന്റെ വിലയം, അതായത് സംസ്കാരം മാത്രമേ അതാകുന്നുള്ളൂ. സ്ഥൂല ശരീരത്തിന്റെ സംസ്കാരം മാത്രമേ അതാകുന്നുള്ളൂ. സൂക്ഷ്മദേഹവും കാരണദേഹവും ബാക്കിയുണ്ട് താനും. കാരണം നമുക്കൊക്കെ ഒരു ശരീരമല്ല 3 ശരീരമുണ്ടെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് കാണപ്പെടുന്ന ശരീരമാണ്. അച്ഛനമ്മമാർ കഴിച്ച അന്നത്തിൽ നിന്ന് ഞാൻ കഴിക്കുന്ന അന്നം കൊണ്ട് പോഷിപ്പിക്കപ്പെട്ടതുമായ പ്രതിശരീരം ഭിന്നനായ ആണെന്ന് വിചാരിക്കുന്ന, സ്ത്രീ പുരുഷ സ്ഥാനമാനങ്ങൾക്ക് അഭിമാനമായിരിക്കുന്ന ഈ ദേഹത്തെയാണ് എന്ത്? എൻ്റെ എന്ന് വ്യവഹരിക്കുന്ന ഈ ദേഹത്തെയാണ് സ്ഥൂലദേഹം എന്ന് പറയുന്നത്, കാണപ്പെടുന്നതെന്ന് പറയും. ആ സ്ഥൂലദേഹത്തിന്റെ നാശത്തിന് പറയുന്ന പേരാണ് മരണം എന്നുള്ളത്. പക്ഷേ അതിൽ സൂക്ഷ്മദേഹവും കാരണശരീരവും നശിക്കുന്നില്ല. സൂക്ഷ്മദേഹം എന്ന് പറയുന്നത് എന്താണ്? നിർവചനമല്ല നമ്മൾ ചിന്തിക്കാൻ പഠിച്ചു നമ്മൾ. പക്ഷെ സൂക്ഷ്മദേഹം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ കാണപ്പെടുന്ന ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളുമായ സന്നികർഷത്തിൽ നിന്ന് ഉണ്ടാവുന്ന സൂക്ഷ്മഭാവം. ഇപ്പൊ കണ്ണ് കാണുന്നു എന്നുള്ള പ്രക്രിയ കാണാൻ മാത്രമേ ഈ ഗോളകം കൊണ്ട് ആവശ്യമുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ അത് സംസ്കാരമായി മാറുന്നത് ഏതോ അത് സൂക്ഷ്മമാണ്. സൂക്ഷ്മത്തിന് ഇരിക്കാൻ ഇടം ആവശ്യവുമില്ല എന്നുള്ളത് കൊണ്ട് അത് ഇന്ന ഇടത്താണെന്ന് പറയാൻ വയ്യ. പിണ്ഡമുള്ള വസ്തുവിനെ ഇരിക്കാൻ ഇടം ആവശ്യമുള്ളൂ. അതുകൊണ്ട് സ്ഥൂലമായതിന് ഇരിക്കാൻ ഇടം ആവശ്യമുണ്ട്, സൂക്ഷ്മമായതിന് ഇരിക്കാൻ ഇടവും ആവശ്യമില്ല. സൂക്ഷ്മദേഹത്തിന്റെ നാശം ഇതിൽ സംഭവിക്കുന്നില്ല. ഏതില്? സ്ഥൂലദേഹത്തിന്റെ മാത്രം നാശത്തിൽ സംഭവിക്കുന്നില്ല. സ്ഥൂലദേഹത്തിന്റെ നാശം പ്രാരബ്ധം കഴിയുന്നതോടുകൂടി കഴിയുന്നു. പക്ഷേ സൂക്ഷ്മദേഹത്തിന്റെ നാശം അവിടെ പ്രാരബ്ധം മാത്രം കഴിഞ്ഞാൽ പോരാ, സഞ്ചിതവും ആഗാമികവും കഴിയണം. ഈ 3ഉം കഴിയണമെങ്കിൽ ഏത്? ജ്ഞാനപ്രാപ്തിയിൽ മാത്രമാണുള്ളത്. ജ്ഞാനപ്രാപ്തിയിൽ 3ഉം ഇല്ലാതായി. 3ഉം ഇല്ലാതായി എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായും അതിന് കാരണമായ അജ്ഞാനം നിവർത്തിക്കപ്പെട്ടു. അതുകൊണ്ട് കാരണദേഹം എന്നുള്ളത് അജ്ഞാനമായതുകൊണ്ട് കാരണദേഹം സ്വാഭാവികമായും ഇല്ലാതായി. കാരണത്തിൽ നിന്നല്ലേ കാര്യമുണ്ടാവൂ? കാരണം എന്നുള്ളത് അജ്ഞാനമാണ്. അജ്ഞാനമാണ് ഏതിന്? സൂക്ഷ്മത്തിനും സ്ഥൂലത്തിനും കാരണം. അപ്പൊ അജ്ഞാനം എന്നുള്ളത് ഏതാണ്? അജ്ഞാനം എന്നുള്ളത് കാരണദേഹമാണ്. ഈ ഒരു ബോധം ഉണ്ടായാലും സാക്ഷാത്കരിച്ചിട്ടില്ല. സാക്ഷാത്കരിക്കണമെങ്കിൽ എന്ത് വേണം? നിത്യനിരന്തരമായ സാധനാനുഷ്ഠാനം അനിവാര്യമാണ്.
സാധന എന്ന് പറയുമ്പോൾ തന്നെ സാധിപ്പിച്ചെടുക്കാനുള്ളവർക്ക് ഉള്ള ഇതിനാണ് സാധന എന്ന് പറയുക. ആധ്യാത്മിക സാധകൻ എന്ന് പറയുമ്പോൾ അയാള് ആത്മാവ് എന്താണെന്ന് സാധിപ്പിച്ചെടുക്കാനുള്ള വഴിയെ ധരിക്കുന്ന ആളാണ്. അത് മാത്രമൊന്നുമല്ല സാധന, പല സാധനകളുണ്ട്. ജപസാധന എന്ന് പറയുമ്പോൾ, മന്ത്ര ഉപാസന എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സാധനകളാണ്. ഇത് മാത്രമല്ല സാധന, പലതും ഉണ്ട്. പല വസ്തുക്കളും നേടാനുള്ളതിനൊക്കെ അതിനായിക്കൊണ്ട് മാത്രം പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോകുന്നതിനെയൊക്കെ സാധന എന്ന് പറയാം. പറഞ്ഞൂടെ? പറയാം. ഒരു ജോലി കിട്ടാൻ വേണ്ടി ഇപ്പോൾ PSC കോച്ചിങ്ങിലും ഒക്കെ പങ്കെടുത്ത് എവിടെ ഉണ്ടോ അതിലൊക്കെ പങ്കെടുത്ത് ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നേറുന്ന ഒരാളെ സംബന്ധിച്ച് അതൊരു സാധനയല്ലേ? ഒരു സാധനയായിട്ട് എടുക്കുമ്പോൾ അയാൾ അത് നേടും അല്ലേ? ഏതും നേടും. ഏതൊരു സാധനയായിട്ട് എടുക്കണം അല്ലേ? വിദ്യാഭ്യാസം ആയാലും ഏതായാലും. പക്ഷെ ഇവിടെ സാധന അതൊന്നല്ല. അതൊക്കെ വേണ്ടെന്ന് പറഞ്ഞില്ല, അതൊക്കെ വേണം. പക്ഷെ ഇവിടെ എന്താണ് സാധന? ഇവിടെ ആത്മസാക്ഷാത്കാരമാണ്. ആ വാക്ക് അല്പം പോലും വ്യതിചലിക്കാൻ പാടില്ല. ആത്മാവിനെ അറിയലല്ല, ആത്മസാക്ഷാത്കാരമാണ്. സംശയലേശമെന്നെ അറിയലാണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് എന്ത് വേണം? ശരിക്ക് ആത്മാവല്ലാത്തവയെ ഇങ്ങനെ ഒഴിവാക്കുകയാണ്. അതായത് ഓരോന്നിനെ അറിഞ്ഞ് അതിന്റെ നിരർത്ഥകതയെ ബോധിച്ച് അത് ഇതല്ല 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 എന്നറിയല. അപ്പൊ ഏതൊക്കെയാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നു അതില്ല എന്ന് പറയണം. അതിന് പ്രമാണങ്ങൾ ആവശ്യമുണ്ട്. പ്രമാണജന്യങ്ങളല്ലാത്തവ അറിവുള്ളവർ സ്വീകരിക്കുന്നില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവിടെ വ്യക്തമായി പറയും, തപസ്സുകളെ കൊണ്ട് പാപങ്ങൾ അറ്റവനും എന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ തപസ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഒറ്റ ലക്ഷ്യത്തോടു കൂടി മുന്നേറുന്നു. ഒറ്റ ലക്ഷ്യത്തോട്. ഏത്? എന്റെ ജന്മലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. അപ്പൊ എന്താണ് അയാളെ സംബന്ധിച്ച് ഈ ജീവിതം എന്നുള്ളത് എന്തായിരിക്കും? ജീവിതത്തില് അയാൾ വെറും ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞു പോയാൽ അയാൾ വല്ല സന്യാസി ആയി പോണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. അങ്ങനെയല്ല. സന്യാസി ആയാലും ശരി, ആരായാലും ശരി, മനുഷ്യ ജന്മ മഹിമ എന്നുള്ളത് ഈ ആത്മസാക്ഷാത്കാരമാണ് ലക്ഷ്യം. ഈ ലക്ഷ്യത്തെ ബുദ്ധിതലത്തിൽ അറിഞ്ഞ ഒരാള് അങ്ങോട്ടുള്ള പ്രയാണത്തിൽ, ശരിയായ പ്രയാണത്തിൽ അയാള് ഓരോന്ന് ഇതല്ല എന്നറിയാനും വേണം. എന്ത്? മട്ടുപ്പാവിലെത്തിയിട്ട് താഴെയുള്ള ഒരാള് വഴി അതല്ല എന്ന് പറയണമെങ്കിൽ, ഇത് മട്ടുപ്പാവ് അല്ല എന്ന് പറയണമെങ്കിലും ഇത് വഴിയാണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? വഴി അയാൾ അതിക്രമിക്കണം. ഒരു കെട്ടിടത്തിന്റെ മുകളിലെത്തിയപ്പോ താഴെയുള്ളത് കടന്നിട്ടാണ് അയാൾ അവിടെ വന്നത്. അപ്പൊ താഴെയുള്ളതല്ല, അവിടെ അല്ല ഇരിക്കേണ്ടത്, മോളിക്കാ വരേണ്ടതെന്ന് അയാൾ പറയണമെങ്കിൽ എന്ത് വേണം? അതിൽ താഴെ അതിൽ കൂടെയാണ് അയാൾ വന്നത് അല്ലേ? ഇങ്ങനെ ഒരാൾ ഉയരത്തിലെത്തുന്ന സമയത്ത് താഴെയുള്ളതെല്ലാം അതല്ല എന്ന് അറിയണമെങ്കിൽ അത് വ്യക്തമായി അറിയണം. എല്ലാവരും അല്ലേ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടല്ലേ പോലും. ഈ അറിയുക എന്നുള്ള പ്രക്രിയയിൽ നമുക്ക് തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്. അവിടെയാണ് ഒന്നും വേണ്ട എല്ലാം ഉപേക്ഷിച്ചോളൂ എന്നുള്ള നിത്യാധാരണ കൊടിയേറുന്നത്. ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യ വാനപ്രസ്ഥ സന്യാസം എന്നുള്ളതൊക്കെ മാർഗങ്ങളൊക്കെ പറയുമ്പോഴും ഓരോന്നും അതിലേക്കുള്ളത് തന്നെയാണ്. എല്ലാവരും എൻ്റെ മാർഗത്തെ തന്നെയാണ് പിന്തുടരുന്നത് എന്ന് ഭഗവാൻ ഒരിടത്ത് പറയുന്നുണ്ട്. എല്ലാവരും എൻ്റെ മാർഗത്തെ തന്നെയാണ് പിന്തുടരുന്നത്. അപ്പൊ ഒരാളും തന്നെ ഏത് ആത്മസാക്ഷാത്കാരമല്ലാത്ത മാർഗത്തിലല്ല പോണത്. പക്ഷെ അവരുടെ ലക്ഷ്യം പലപ്പോഴും ആത്മസാക്ഷാത്കാരം എന്നൊന്നല്ല, അവരുടെ ചിന്തയിൽ അതല്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഇത് ആത്മസാക്ഷാത്കാരം എന്നുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരും. അതിനെന്തേ വഴിയുള്ളൂ? ഇതല്ല എന്ന് ഉറക്കെ അയാളെ ഉള്ളിൽ നിന്ന് പറയാൻ കഴിയണം. മറ്റൊരാൾ പറഞ്ഞിട്ട് കാര്യമില്ല, സംശയാവും. നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പറയണമെങ്കിൽ എന്ത് വേണം? സർവ കാമനകളും ആഗ്രഹങ്ങളും നമ്മളിൽ നിന്നില്ലാതാവും. അപ്പോഴാണ് പറയുന്നത് ഹവിഷ കൃഷ്ണവത്മേയ ഉപഭോഗേന ശാമ്യതി. ആഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, ആഗ്രഹങ്ങൾ കൂട്ടിവെച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരിക്കലും രക്ഷയില്ലല്ലോ എന്ന് ഗീത വ്യക്തമാക്കുന്നുണ്ട്. ജ്ഞാനം വൈരാഗ്യം കൂടാത്ത ജ്ഞാനവും ജ്ഞാനമില്ലാത്ത വൈരാഗ്യവും രണ്ടും ഗുണമല്ലാന്ന്.
അപ്പൊ ഈ വൈരാഗ്യ ദൃഷ്ടി എന്ന് പറയുമ്പോൾ മലയാളത്തിലെ വൈരാഗ്യമല്ല, പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാന്നുള്ള മലയാളത്തിലെ വൈരാഗ്യമല്ല, രാഗമൊഴിഞ്ഞ സ്ഥിതി. അതിനും വേണം ഏത്? പദാർത്ഥങ്ങളെ നിരൂപണം ചെയ്ത് മുന്നോട്ട് പോകണം. വേണ്ടേ? പദാർത്ഥ നിരൂപണത്തിൽ ശരിക്കൊരു മാർഗദർശിത്വം ആവശ്യമുണ്ട്. അതും നമ്മൾ ചിന്തിച്ചു. ഏതാ ചിന്തിച്ച? എല്ലാം ഒരേപോലെ അല്ല അറിയുന്നത്. അമ്ല ഗുണമുള്ള ഒരു വസ്തു രുചിച്ചറിയണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. എല്ലാ അനുഭവങ്ങളും അങ്ങനെയല്ലേ അറിയേണ്ടതെന്ന് വെച്ചാൽ ചിലത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയുന്നവൻ ഉണ്ടാവില്ല. ആ അറിയുന്ന ഉപാധി തന്നെ നശിച്ചു പോകും, അല്ലെങ്കിൽ അതിന് തിരിച്ചു പോക്കുണ്ടാവില്ല. ഒന്ന് സംസ്കാരമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. സംസ്കാരമായി രൂഢമൂലമായി കഴിഞ്ഞാൽ പിന്നെ ആ സംസ്കാരത്തിന് അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഉദാഹരണം പറയാറുണ്ട്, ഒരാള് ഒരു കോഴിയെ കണ്ടു, ആ കോഴിയുടെ മനോഹാരിതയെ കുറിച്ച് അയാൾ അങ്ങനെ ചിന്തിക്കുകയാണ്. അതിൻ്റെ തൂവലുകളും അതിൻ്റെ ആ ചിറക്, അതിൻ്റെ കാലുകൾ, അതിൻ്റെ കൊക്കുകൾ, അതിൻ്റെ പൂവ്, അതൊക്കെ ഇങ്ങനെ അയാൾ വർണ്ണിക്കുക. അങ്ങനെ വിചാരിക്കുകയാണ് അയാൾ. വിചാരിച്ചപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആ അദൃശ്യ ശക്തിയുടെ കരങ്ങളെ കുറിച്ച് അയാൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴേക്കാണ് അയാളെ പൂർവ്വ ഒരു സംസ്കാരം അയാളിലേക്ക് വന്നത്. എന്ത്? അയാൾ മുമ്പ് അത് തിന്നിരുന്നു, അപ്പോൾ എത്ര കിലോ ഇറച്ചിണ്ട് എന്ന് ചിന്തയായി. ഇതേപോലെ പറഞ്ഞു മനസ്സിലായില്ല? അപ്പോഴേക്ക് ആ ചിന്ത വന്നപ്പോഴേക്ക് എന്തായി? പിന്നെ അതിന്റെ പിന്നിലുള്ള കരങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ അത് കഴിഞ്ഞോ? പിന്നെ അതിലേക്കുള്ള മസാലയുടെ ചിന്തയായി. ഇതേപോലെ തന്നെയാ പറഞ്ഞത്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളായി. അപ്പോ ഇതേപോലെ ഏതൊന്ന് സംസ്കാരമായി കഴിഞ്ഞാൽ ആ സംസ്കാരത്തെ മാറ്റി വേറൊരു സംസ്കാരമാവണമെങ്കിൽ കഠിന പ്രയത്നം ചെയ്യണം, അല്ലേ? നല്ല ഇച്ഛാശക്തി വേണം. എന്നാലും അത് മാഞ്ഞോളണമെന്നില്ല, അല്ലേ? മായോ? കൂടുതൽ പണി ചെയ്യണം. കൂടുതൽ പണി ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നാൽ എത്ര ഞാൻ ചെയ്യണം അത് പറയാൻ വയ്യ. അത് ഓരോ സാധകനെ സംബന്ധിച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് സാധന ചെയ്യാ എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. സാധന ഒരിക്കലും മുടക്കരുത്. ഏത് സാധന? അത് തെറ്റിദ്ധാരണ ഇല്ലല്ലോ. അതൊക്കെ സാധിപ്പിച്ചെടുക്കാനല്ല, ജന്മലക്ഷ്യത്തെ പ്രാപിക്കാനുള്ള സാധന ചെയ്യുക എന്നതിൽ കവിഞ്ഞു മറ്റൊന്നും ചെയ്യാൻ വയ്യ. കൂട്ടിക്കൊണ്ടുവരികയല്ല, കുറച്ച് കൊണ്ടുവരിക. അതാണ് മനുഷ്യ ലക്ഷ്യം. ജീവിതത്തിൽ ഈ ആഹാര നിദ്ര ഭയമൈഥുനം ച പശുഭി സമാനഹ എന്ന് പറയുന്നില്ലേ? പശുക്കൾക്കൊക്കെ പശു എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ പശുവും വരുന്നുണ്ടെന്ന് മാത്രം. മൃഗം എന്ന് പറഞ്ഞാൽ മാനാണ്. അപ്പോൾ ഈ മൃഗങ്ങൾക്കും മനുഷ്യന്മാർക്കൊക്കെ സമാനമാണ്. അതുകൊണ്ട് മാത്രം മനുഷ്യനാവുന്നില്ല. മനനശേഷി, അപ്പം മനനശേഷി വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയും ഇതര ജീവജാലങ്ങളുടേത് വേണം. ഇല്ലെങ്കിൽ ഇത് പറയാനും ആളുണ്ടാവില്ലല്ലോ. അത് വേണ്ടേ? ഇതര ജീവജാലങ്ങളുടേതൊന്നും വേണ്ട, ആഹാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞ സംഗതി നടക്കുമോ? ശരീരമാദ്യം ഖലു ധർമ്മസാധനം. അപ്പം അത് വേണ്ടെന്നും പറഞ്ഞില്ല, പക്ഷേ അതെല്ലാം വേണം. പ്ലസ് മനുഷ്യന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ എന്താണ്? ഹനോജന, ആത്മാവിനെ ഹനിക്കലല്ല, പിന്നെന്താണ്? ആത്മചിന്തയെ വർദ്ധിപ്പിക്കലാണ്. അതാണ് ആത്മബോധം. ആത്മബോധം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആത്മചിന്തയെ വളർത്തിക്കൊണ്ടുവരികയാണ്. അല്ലാതെ ഈ പഠിക്കുന്ന പുസ്തകമല്ല. നിത്യവും നമ്മൾ ആത്മാവിനെ കുറിച്ച് സ്മരിക്കാനുള്ളത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നു. പിന്നെ എന്താണ്? ശരീരത്തെക്കുറിച്ച് സ്മരിക്കാനുള്ളത് കുറച്ച് കൊണ്ടുവരികയും ചെയ്യുന്നതാരോ അയാളാണെന്ത്? ആത്മബോധം പഠിക്കപ്പെടുന്ന വ്യക്തി, സാധകൻ. വ്യക്തല്ലേ? ഇപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ പുസ്തകം ഇങ്ങനെ വായിക്കുക, ഇത് പറഞ്ഞു പോവാം എന്നല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ സമയം ആത്മാനുസന്ധാനത്തിന് കാരണമായതും, അല്ലേ, കുറച്ച് സമയം ശരീര സ്മരണയ്ക്ക് കാരണമായതും ആക്കി തീർക്കാൻ പരിശ്രമിക്കുക. ഇപ്പോൾ ഉള്ളത് ഏതാ? തിരിച്ചാണ്. 23.5 മണിക്കൂർ ശരീരത്തെ പോഷിപ്പിക്കാനുള്ളതും ചിന്തിക്കാനുള്ളതും. ഇനി പോഷിപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുക. പോഷിപ്പിക്കുന്നില്ലെങ്കിലും അയാളുടെ ചിന്തകൾ പലപ്പോഴും എന്തായിരിക്കും? ശരീര സംബന്ധികളെ സ്മരിക്കാനുള്ളതായിത്തീരുന്നു. അവര് വാസ്തവത്തിൽ ആത്മഹത്യ ചെയ്തവരാണ്, ശരീരത്തെ ചെയ്തവരല്ല.
ഇപ്പൊ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആത്മഹത്യ ചെയ്യുന്നവരാണ്. നമ്മളെ ഭാഷയൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ പൂർവാചാര്യന്മാരുടെ രേഖപ്പെടുത്തിയതാണ്. ബഹുഭൂരിപക്ഷം പേരും ആത്മഹത്യ ചെയ്യുന്നവരാണ്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ഹനിക്കുന്നവരാണ്, ശരീരത്തെ ഹനിക്കുന്നവരല്ല. വേണ്ടത് ഇപ്പം എന്താ വേണ്ടത്? ആത്മാവിനെ ഓർമ്മിക്കാൻ പറ്റുന്ന ക്രിയകൾ നമ്മൾ ചെയ്യണം. അങ്ങനെയുള്ള സാധനയുടെ പൂർണ്ണത നമുക്ക് കാണാൻ പറ്റും ആരിൽ? സന്യാസിമാരിൽ എന്നേ പറയാൻ പറ്റൂ. സന്യാസിമാരിൽ സന്യാസ വിധാനത്തിൽ കഴിയുന്നവർ, ബ്രഹ്മചാരി അങ്ങനെയുള്ളവർ അല്ലേ? അവര് ഏത് സ്മരണയെ വർദ്ധിപ്പിക്കാനാണ് പരിശ്രമിക്കുന്നത്? തിരിച്ചുണ്ടാവും കേട്ടോ, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ വേണ്ടത് ആത്മബോധത്തെ വളർത്താൻ ഉതകുന്ന ഏതൊരു കർമ്മവും അവർക്ക് ചെയ്യാം. അതൊരു സാധനയാണ്, സാധനയിൽപ്പെടുത്താം. പറഞ്ഞു മനസ്സിലായില്ല? ശരീരബോധത്തെ വളർത്തുന്ന തരം കർമ്മങ്ങളെ ചെയ്താൽ, സന്യാസിയായ സിദ്ധനെ അല്ല പറഞ്ഞിട്ടോ, സാധകനെ പറഞ്ഞത് കേട്ടോ. സിദ്ധനെ സംബന്ധിച്ചതൊന്നും ബാധകമല്ല. സിദ്ധൻ എന്ന് പറഞ്ഞാൽ അണിമ ഗരിമ ആഗാമിത്വം തുടങ്ങിയ സിദ്ധികളെ അല്ല പറഞ്ഞത്. പരം സിദ്ധി ജ്ഞാനസിദ്ധിയാണ്. ജ്ഞാനസിദ്ധൻ എന്നുള്ള ആ തലത്തിലുള്ള വിദ്വത് സന്യാസിയുടെ ലക്ഷണം പറയാൻ നമ്മൾ ആരുമല്ല. പറഞ്ഞു മനസ്സിലായില്ലേ? മാർഗതലത്തിൽ വിവിധിഷാ സന്യാസം എന്നൊക്കെ തലത്തിൽ, അങ്ങനെയുള്ള സന്യാസത്തിൽ, അതും മാർഗത്തിലാണല്ലോ. ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ച് മുന്നേറുന്ന ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു ബ്രഹ്മചാരി, ബ്രഹ്മണിചാരി, ഇതി ബ്രഹ്മചര്യം, നൈഷ്ഠിക ബ്രഹ്മചാരി, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് എന്താണ് സാധന? അയാൾ കർമ്മം ചെയ്യില്ല എന്നല്ല, അയാൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ എന്തായിരിക്കും? ആത്മാനുസന്ധാനത്തിനുതകുന്നതായിരിക്കും. പഠിക്കുക, പഠിപ്പിക്കുക, എന്തായാലും എന്താ അതേ ചെയ്യാൻ പാടുള്ളൊന്നുമില്ല. എന്ത് ചെയ്താലാണോ ആത്മാനുസന്ധാനത്തിൽ നിന്ന് വിട്ടുപോവാത്തത് ആ വകയൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. സാധനയല്ലേ? അപ്പൊ ഇത് അയാൾക്കേ പറ്റൂ? അല്ല, നമുക്ക് പറ്റൂ. ഏതൊരു ജീവിതം നയിക്കുന്ന ഒരാൾക്കും ലൗകികങ്ങളായ കർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്ന തലത്തിൽ നിന്ന് ക്രമികമായി അതിനെ കുറച്ച് ആത്മാനുസന്ധാനത്തിനുതകുന്ന രീതിയിൽ ആക്കി തീർക്കണം. ഇപ്പൊ നമ്മളൊക്കെ അതാ ചെയ്യണത് അല്ലേ? നമ്മളൊക്കെ ചെയ്യണതല്ലേ? ആത്മാനുസന്ധാനത്തിന് ഉതകുന്ന രീതിയിലാണ് ചൊവ്വാഴ്ച ഒരു ദിവസം ഇത്രയും കുറച്ച് സമയമെങ്കിലും നമ്മൾ ഇല്ലേ? അപ്പൊ മറ്റുള്ള ആത്മഹത്യ ചെയ്യുന്നവരെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നൊന്നുമില്ല, ചെയ്യാൻ ശ്രമിക്കണമെന്നില്ല അല്ലേ? അവിടെ ഒരു ശ്രമമുണ്ട്. പരിശ്രമം എന്ന് പറഞ്ഞാൽ ഇത് പോരാ, ഇതിനെന്ത് വേണം? നിത്യവും കൂട്ടി കൊണ്ടുവരണം. ചന്ദ്രായന വ്രതം പോലെയൊക്കെ. ചന്ദ്രായന വ്രതം അങ്ങനെയാണ്. അതെ, അതായത് 15 ദിവസം വരെ അങ്ങനെ ഒരു ഉരുള കുറച്ച് കൊണ്ടുവന്ന് പിന്നെ കൂട്ടി കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ അല്ലേ? ഇതേപോലെ ക്രമികമായി ആത്മാനുസന്ധാനത്തിനുള്ള വഴി ഒരുക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഏതൊക്കെയാണോ ശരീരത്തെ ഓർമ്മിക്കാൻ, ശരീര സംബന്ധികളെ ഓർമ്മിക്കാനുള്ള കർമ്മങ്ങൾ, അവയിൽ നിന്ന് ക്രമികമായി പിന്തിരിയാം. ക്രമം തെറ്റിയ അക്രമാവും, പൂർവാധികം ശക്തിയോടുകൂടിയാവും. അത് ശാസ്ത്രം വിസ്തരിക്കുന്നുണ്ട്. ആശുപത്രിയിൽ കിടക്കുന്ന ഒരു രോഗിക്കും ആത്മാനുസന്ധാനമുണ്ടെന്ന്. ഏതുവരെ? പിന്നെ ആശുപത്രിയിൽ നിന്ന് വന്നാൽ എന്താവും? ആർത്തിയാവും. അങ്ങനെ ഉണ്ടാവില്ലേ? കാരണം അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴും വേണ്ടതൊന്നും നാവിന് രുചിയുള്ളതൊന്നും കിട്ടുന്നില്ല. വല്ലതും ഇല്ലേ, വല്ല ചുട്ട പപ്പടോ അങ്ങനെ എന്തൊക്കെയായിരിക്കും കഴിച്ചിട്ട് അങ്ങനെ അയാൾ ഒരുവിധം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി. വീട്ടിൽ വന്നാൽ എന്തുണ്ടാവും? ആർത്തി. ഇതുപോലെയല്ല. പിന്നെന്ത് വേണം? അതിനെന്ത് വേണം? അതിന് നേരത്തെ പറഞ്ഞ ഇത് കുറച്ച് കൊണ്ടുവരേണ്ടതാണ് എന്നുള്ള അറിവ് മാത്രം പോരാ. പിന്നെന്ത് വേണം? അതിന്റെ നിരർത്ഥകതയെ, വൈരാഗ്യ ബുദ്ധി കൂടി ഉണ്ടാവണം. ഇതല്ല, ഇത് പരമൊന്നുമല്ല എന്നുള്ള ബോധത്തോടു കൂടി മാറ്റിക്കൊണ്ടുവരണം. വ്യക്തമാണല്ലോ? അങ്ങനെ ആവുമ്പോ എന്തായി? പാപം തീരും. പാപം എന്താണ്? പാപം നമ്മൾ എന്താന്ന് പഠിച്ചിട്ടുണ്ട്. എന്താ നമ്മളെ പാപം? ആരാണ്? മനുഷ്യന്മാരുടെ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രം പറഞ്ഞ പാപം എന്താണ്?
അയാൾ മഹാപാപിയാണെന്ന് പറയുന്നവനാണ് ഏറ്റവും വലിയ പാപി. എന്താ മനുഷ്യനുള്ള പാപം? പാപം എന്നൊന്നിനെ വേദാന്തം അറിയുന്നേയില്ല എന്ന് വിവേകാനന്ദ സ്വാമികൾ വ്യക്തമായി പറയും. പാപം എന്നൊന്നിനെ വേദാന്തം അറിയുന്നില്ല. പാപോ അയിത്വം വേദാന്തത്തിന് അറിയില്ല, വേദാന്തിക്കുമില്ല. അതൊക്കെ താഴെ തരത്തിലുള്ളതാണ്. അപ്പൊ പാപം എന്ന് പറഞ്ഞാൽ ആകെ ഒന്നേ ഉള്ളൂ. എന്താ പാപം? അശുദ്ധം കാമസങ്കൽപ്പം ശുദ്ധം കാമവിവർജിതം. ആഗ്രഹങ്ങളെ കൂട്ടിവെച്ച് കലുഷിതമായിരിക്കുന്ന അന്ധക്കരണം ആർക്കുണ്ടോ അയാളാണ് പാപി. വല്ല പാപം ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കുന്നവനാണ് പാപി. അപ്പൊ ആഗ്രഹങ്ങളെ കുറച്ച് കൊണ്ടുവരാണെങ്കിലോ? കാരണം ആഗ്രഹങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പാപഭംഗിലമായി. കാരണം എപ്പോഴും ആ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായാണ് അയാൾ ജീവിക്കുന്നത്. അയാളിൽ നിന്ന് എപ്പോ എന്ത് എങ്ങനെയൊക്കെ പുറത്തു വരും എന്ന് പറയാൻ വയ്യ. കാരണം ഈ ആഗ്രഹങ്ങളുടെ ഒരു ഭണ്ഡാരം കൊണ്ട് നടക്കുന്ന ആളാണ് അയാൾ. പറഞ്ഞു മനസ്സിലായില്ലേ? അതിൽ ഏതൊക്കെ ആഗ്രഹങ്ങൾ ഏതെല്ലാം സന്ദർഭങ്ങളിൽ എന്തെല്ലാം കാണുന്ന സമയത്ത് അയാളിൽ നിന്ന് പുറമേക്ക് പ്രസരിക്കുമെന്നറിയില്ല. വ്യക്തല്ലേ? അതുകൊണ്ട് ആഗ്രഹങ്ങളെ കൂട്ടിവെക്കുന്നതിലല്ല, ആഗ്രഹങ്ങളെ കുറച്ചു വെക്കുന്നതാണ് എന്ത്? ശുദ്ധം എന്ന് പറയുന്നത്. അതിനുള്ള പ്രക്രിയയാണ് ശുദ്ധം എന്ന് പറയുക. അതുകൊണ്ട് ആത്മാനുസന്ധാനം ചെയ്യൽ തന്നെയാണ് ഇവിടെ ഇത് ശുദ്ധി. അതിൽ കഴുകിക്കളയാത്ത യാതൊരു പാപവുമില്ല. പറഞ്ഞു മനസ്സിലായില്ല? അപ്പൊ ആത്മാനുസന്ധാനം ചെയ്യുന്ന ഒരാൾക്ക് മറ്റു പാപങ്ങളൊന്നും പറ്റില്ല. മറ്റുള്ളവരെ പാപങ്ങളൊന്നും പറ്റില്ല. ഇത് ഉറപ്പല്ലേ? ഉറപ്പാണല്ലോ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാട്ടോ. ആത്മാനുസന്ധാനം ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വേറുള്ളവർ കൊണ്ടുപോകുന്നുണ്ട്. മറ്റേത് നിർത്തിയത് ഓർമ്മിക്കുക അല്ലേ? അവരെ വന്ദിക്കുന്നവര് അവരെ നിന്ദിക്കുന്നവരും കൊണ്ടുപോകുന്നുണ്ട്. വന്ദിക്കുന്നവര് അവരുടെ പുണ്യം കൊണ്ടുപോകും, നിന്ദിക്കുന്നവരുടെ പാപവും കൊണ്ടുപോകും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവർ ശുദ്ധരും. പുണ്യവും വേണ്ട, ഒട്ട് പാപവും വേണ്ട. അപ്പൊ ആത്മബോധത്തിൽ ഉറയ്ക്കും. അപ്പൊ കാമനകള് പലവിധ കാമനകളുണ്ട്. ഈ പലവിധ കാമനകളെ കുറച്ചിട്ടുകൊണ്ടിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഏതായാലും ഇതില് ഈ വിഷയാസക്തി ഇല്ലാത്തവർ എന്ന് പറയുന്നുണ്ട് വ്യക്തമായിട്ട്. വിഷയാസക്തി ഇല്ലാത്തവർ, വിഷയ അസക്തൻ. ആസക്തി വിപരീതം അസക്തി. ഏതാ വേണ്ട? ആസക്തി വേണോ അസക്തി വേണോ എന്ന് ചോദ്യം. വിഷയങ്ങളിലുള്ള ആസക്തിയാണോ വേണ്ടത്? വിഷയങ്ങളിലുള്ള വിഷയ അസക്തനാണോ വേണ്ടത്? ഏതാ വേണ്ടത്? ഏതാ വേണ്ടതെടുക്കാം, ഏതാ വേണ്ടതെടുക്കാം. അതാണ് നമ്മുടെ സാധനം. വിഷയാസക്തൻ ആത്മഹത്യ ചെയ്യുന്നവനാണ്. വിഷയ അസക്തൻ ശരീരഹത്യ ചെയ്യുന്നതാണ്. നിരന്തരം ശരീരം അല്ലെങ്കിൽ തന്നെ ശരീരം എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താ? ശീര്യതേ. ദേഹം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ദഹിച്ചു പോകുന്നത്. ശരീരം എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നത്, ദഹിച്ചു പോകും. അതന്നെയാ ഓർമ്മപ്പെടുന്നത്. അതങ്ങനെ അനുസന്ധാനം ചെയ്താൽ മതി. അതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് അങ്ങനെ അനുസന്ധാനം ചെയ്താൽ എന്നാൽ തന്നെ എന്താ? ഈ ശരീരബോധം ഇല്ലാതാവും. ഇത് നശിച്ചു പോകാത്തതാണ്, ഇത് നശിച്ചു പോകാത്തതാണ് വിചാരിച്ചിരിക്കുക. അതിന്റെ അർത്ഥം ചിന്തിച്ചാൽ തന്നെ നശിച്ചു പോകണതാ. പിന്നെന്താ? പിന്നെ പറയുന്നത് ജ്ഞാനം മറ്റ് ഏതു പാപങ്ങളെക്കാളും മോക്ഷത്തിന് നേരിട്ടുള്ള കാരണമാകൊണ്ട് ജ്ഞാനം, അറിവ് മറ്റ് ഏത് ഉപായങ്ങളെക്കാളും, ഉപായം കൂടാതെ ഉഭയത്തെ പ്രാപിക്കാൻ വയ്യ. അതുകൊണ്ട് ജന്മലക്ഷ്യമാകുന്ന മോക്ഷത്തിലേക്ക്, ആത്യന്തിക ദുഃഖ നിവൃത്തി സ്വരൂപമാകുന്ന മോക്ഷത്തിലേക്ക് അഥവാ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താനുള്ള സാധനയിൽ മുഖ്യം എന്താണ്? ജ്ഞാനമാണ്, അറിവാണ്. അല്ലാതെ അജ്ഞാനം നീക്കലല്ല, അറിവാണ്. അല്ലേ? അജ്ഞാനം നീക്കാന്ന് പറഞ്ഞാൽ അത് ഗുരു എന്നുള്ള നിർവചനം പറഞ്ഞിട്ടുണ്ട്. വെളിച്ചം കൊണ്ടുവന്നാൽ എന്തുണ്ടാവും? ഇരുട്ട് പോവും. അല്ലേ? അപ്പൊ ആ ജ്ഞാനപ്രാപ്തി സമയേ എന്തുണ്ടാവും? അതല്ലാതെ വേറൊരു ഉപായമില്ല. അത് നമ്മൾ പഠിച്ചു. ഇത് യഥാ ചർമ്മവദാകാശം എന്നുള്ളത്. അല്ലേ? ഏത് കാലത്താണോ
ആകാശത്തെ ചർമ്മം പോലെ തോലുപോലെ ചുരുട്ടി മടക്കാൻ കഴിയുന്നത് ആ കാലത്ത് മാത്രമേ ആത്മസാക്ഷാത്കാരം കൂടാതെ ആത്യന്തിക ദുഃഖ നിവൃത്തി സ്വരൂപമാകുന്ന മോക്ഷം സാധ്യമാകൂ. അതായത് ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകൂ. അതിന്റെ അർത്ഥം എന്താണ്? ആകാശത്തെ സ്ഥൂലമല്ല ആകാശം, അതിനെ ചുരുട്ടി മടക്കുക എന്നുള്ളത് ഒരു കാലത്തും സാധ്യമല്ല. അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം കൂടാതെ ആത്മസാക്ഷാത്കാരം കൂടാതെ എന്ന് തന്നെ എടുക്കണം. ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശനം യത് കരോതി ഈശ്വരൻ എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഈശ്വരൻ എന്ന് പറഞ്ഞത് ഏതാണ്? ദൂരെയല്ല. ആ ഈശ്വരൻ എവിടെ? ആ ഈശ്വരനല്ല, ഈ ഈശ്വരനാണ് ഇവിടെ. പ്രത്യേകാത്മാ ഈ ഈശ്വരനാണെന്ന് അറിഞ്ഞാലോ പിന്നെ ആ ഈശ്വരനുണ്ട്. അല്ലാതെ ആ ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് ഈ ഈശ്വരനെ അറിഞ്ഞോളണമെന്നില്ല. ഈ ഈശ്വരനെ അറിഞ്ഞാലോ ഇത് തന്നെയാണ് എല്ലാം. ഇവിടെയുള്ള മാവും പുളിയൊക്കെ തന്നെ അവിടെയുള്ളൂ, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ആ ഈശ്വരൻ അല്ല ഈ ഈശ്വരൻ. അതിനെ വിസ്മരിക്കരുത്. തദ് വിസ്മരൻ പരമവ്യാകുലത ചൈതി. അതിനെ വിസ്മരിക്കുന്ന സന്ദർഭങ്ങളിൽ പരമമായ വ്യാകുലതാഭാവം ഉണ്ടാവണം. ആരെ വിസ്മരിക്കാതെ? എന്നിൽ ഉള്ള എന്നെ വിസ്മരിക്കാതെ. എന്നിൽ ഉള്ള എന്റെ ആത്മാ അല്ല, ഞാൻ ആത്മാ. ശരീരത്തെ നമ്മൾ എന്ത് പറയും? എന്റെ ശരീരം എന്ന് പറയും അല്ലേ? മനസ്സിനെ നമ്മൾ എന്ത് പറയും? എന്റെ മനസ്സെന്ന് പറയും. ബുദ്ധിയെ നമ്മൾ എന്ത് പറയും? എന്റെ ബുദ്ധി എന്ന് പറയും. ആത്മാവിനെ നമ്മൾ എന്ത് പറയും? എന്റെ ആത്മ പറ്റില്ല, അത് പറയാൻ പറ്റില്ല. ഞാൻ ആത്മാ, ഞാൻ ആത്മാ ഇല്ല. ഞാൻ ആത്മാ, ഞാൻ എന്ന് പറയുമ്പോൾ പ്രത്യേകാത്മാ. എന്റെ ശരീരം എന്ന് പറയാം. എന്റെ ശരീരം എന്നല്ലേ പറയണേ സാധാരണ. ഇതൊന്നും പഠിക്കാതെ തന്നെ പറയണേ ഞാൻ ശരീരം, ഞാൻ എന്നല്ല, എന്റെ ശരീരം എന്നാ. ഇതൊന്നും പഠിക്കാതെ തന്നെ പറയാം അല്ലെ? സാധാരണ പറയുന്ന ഭാഷ. ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആ ഉപയോഗിച്ചതിനെ ഒന്നുകൂടി ഉറപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂ വേദാന്തം കേട്ടോ. പുതിയതായിട്ടൊന്നും പഠിക്കണില്ല. എന്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ അറിയാം. ഇതൊന്നും പഠിക്കാത്ത ഒരാൾക്കും അറിയാം. എന്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ ചൂണ്ടുന്നത് എങ്ങട്ടാ? അതിന് വേദാന്ത പ്രകരണം പഠിച്ചാലേ എന്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ കുട്ടി ഇങ്ങോട്ട് ചൂണ്ടു, അങ്ങനെയൊന്നുമില്ല. എന്റെ ബുദ്ധി എന്ന് പറയുന്ന സമയത്ത് തലയമയ്ക്കന്നെ ചൂണ്ടു. ഞാൻ എന്ന് പറയുമ്പോൾ തലയമയ്ക്കല്ല, ഇങ്ങോട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് ഇതിനുള്ളിലാണോ ചോദ്യം വരുന്നുണ്ട്. എന്നാൽ പ്രത്യേകാത്മാ എന്നുള്ളതിലേക്ക് അതിനൊരു കേന്ദ്രം കൽപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉള്ള തലത്തിൽ അത് അവിടെ തന്നെ എന്ന് പറയാം. അപ്പൊ ഞാൻ ആണ് ആത്മാ, എന്റെ അല്ല ആത്മാ. കാരണം ആത്മാവിനെ ഞാൻ എന്നോ എന്റെ എന്നോ വ്യവഹരിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവിടെ ഏകവചനമായി പറയപ്പെടുന്നു. ആത്മാ ബഹുത്വം ഇല്ല, ആത്മാവ് പലതില്ല. അതുകൊണ്ട് എന്റെ ആത്മാ എന്ന് പറഞ്ഞുകൂടാ. ബുദ്ധി എന്റെ ബുദ്ധി എന്ന് പറയാം, എന്റെ ആത്മാ എന്ന് പറഞ്ഞുകൂടാ. കാരണം ജീവാത്മാ പരമാത്മാ ഭേദവും എനിക്കില്ല. ജീവാത്മാ പരമാത്മാ ഭേദമില്ല. ജീവ പര വെട്ടിക്കളഞ്ഞാൽ ആത്മാ ഏകം. അതുകൊണ്ട് ഞാൻ ആത്മാ എന്ന് പറഞ്ഞാൽ അത് ജീവാത്മാവ് തന്നെയാണ്. കാരണം ഞാൻ എന്നുള്ള ഒരു വ്യക്തി, ഞാൻ ആത്മാ എന്ന് പറഞ്ഞാൽ ജീവാത്മാ. എന്താ? പക്ഷെ ജീവ പര വെട്ടിക്കളഞ്ഞു, പിന്നെന്തായി? ആത്മയേകം. വെട്ടിക്കളയാത്ത തലത്തിൽ കോടട്ടോടക്കലൊക്കെ ഉണ്ട്. കോടട്ടോടക്കലൊക്കെ ഈ ജീവാത്മാവ് പരമാത്മാവിൽ പോയി ലയിക്കുന്നു. ലയിച്ചോട്ടെ അല്ലേ? അവിടെ ലയിപ്പിക്കണം. വെള്ളം വെള്ളത്തിൽ പോയി ലയിക്കണം എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് ആ തലത്തിലാണ് അതൊക്കെ ഉള്ളത്. അതുകൊണ്ട് പറയണ ജ്ഞാനം മറ്റ് ഏത് ഭാവങ്ങളെയും മോക്ഷത്തിന് നേരിട്ടുള്ള കാരണമാകൊണ്ട് പാചകക്രിയയ്ക്ക് അഗ്നി എന്ന പോലെ ജ്ഞാനം കൂടാതെ മോക്ഷം സിദ്ധിക്കുന്നില്ല. അതാണ് നമുക്ക് തരുന്ന സന്ദേശം. ഇത്
ഇതുവരെ പറഞ്ഞതിൽ നിന്ന് തരുന്ന സന്ദേശവാക്യം അതാണ്. എന്താണ്? പാചകക്രിയക്ക് അഗ്നി എന്ന പോലെ ജ്ഞാനം കൂടാതെ മോക്ഷം സിദ്ധിക്കുന്നില്ല. പാചകക്രിയക്ക് അഗ്നി ഇല്ലാതെ നടക്കില്ലല്ലോ. അത് ദഹിപ്പിക്കണമെങ്കിൽ ഏത്? അതേപോലെ ദഹന പ്രക്രിയ ഏത് ദഹിപ്പിക്കുക? നമ്മൾ ദഹിപ്പിക്കലല്ല, അതിനും വേണം പചനം ചെയ്യാനല്ലേ. അത് പചനം ചെയ്യുന്നത് അഗ്നി, അതിന് ജഠരാഗ്നി എന്ത് പേര് വിളിച്ചാലും അഗ്നിയാണ് അവിടെ. പുറത്തത് പാകം ചെയ്യണമെങ്കിൽ അതിനും വേണം അഗ്നി. അഗ്നി കൂടാതെ പാചകം നടക്കുന്നില്ല. അതുകൊണ്ട് അഗ്നിയുടെ സ്ഥാനമാണ് ഏതിന്? അറിവിനുള്ളത്. അഗ്നി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ഭക്ഷണം ഇല്ലെങ്കിലോ? പാത്രം കേട്, അതിലൊന്നുമില്ല. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് പാത്രവും കൂടിയും കേടുവരുത്തും. അതുകൊണ്ട് വ്യവഹാരത്തിൽ ജ്ഞാനം പിന്നെന്താ? അറിവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലോ, അറിവുണ്ടെങ്കിൽ അറിവുള്ളവനുമുണ്ട്. അറിവുള്ളവനുണ്ടെങ്കിൽ എന്തുണ്ട്? എന്താ? അറിയിക്കലും ഉണ്ട് അല്ലേ? ഒക്കെ അല്ലേ? കർമ്മമില്ലേ അവിടെ? കർമ്മം ചെയ്യാതെ അറിയിക്കുന്നുണ്ടോ? എന്താ അഭിപ്രായം? അപ്പൊ അറിവുണ്ട്, മറ്റു പണികൾ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ എന്താണ് അർത്ഥം? ഒരു പണി എടുക്കുന്നില്ല. അതായത് അറിവുള്ള ഒരാള് ഒരു കർമ്മം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലും ലോകത്തിൽ ആർക്കെങ്കിലും ഒരു കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ അർത്ഥം ആരും കർമ്മം ചെയ്യുന്നില്ലെന്നാണോ? ഇല്ല. അഗ്നി മാത്രം ഉള്ളതുകൊണ്ട് കാര്യമില്ല. അറിവുള്ളവരാരും കർമ്മം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും കർമ്മം ചെയ്യാതിരിക്കുന്നത് കാണുന്നില്ല. അപ്പൊ കാണുന്നതാണോ വിശ്വസിക്കേണ്ടത്? പറയണതാണോ വിശ്വസിക്കേണ്ടത്? ചോദ്യം വരും. ഇവിടെ പറയുന്നതാണ്. എല്ലാ കർമ്മവും കർമ്മമല്ല, ആണോ? എന്താ അഭിപ്രായം? എല്ലാ കർമ്മവും കർമ്മമാണോ? ജ്ഞാനി ചെയ്യപ്പെടുന്ന കർമ്മം കർമ്മമല്ല, അജ്ഞാനി ചെയ്യുന്നത് കർമ്മമാണ്. എല്ലാം തന്നെയല്ലേ? അജ്ഞാനി സ്വദേഹത്തെ ഉപേക്ഷിച്ചാൽ അതിന്റെ പേര് എന്താ? ആത്മഹത്യ. ജ്ഞാനി തന്റെ കർത്തവ്യം കഴിഞ്ഞു, ആദ്യം നശിച്ച ശരീരം പിന്നെ നശിപ്പിച്ചു, ആത്മഹത്യ എന്ന് പറയാറില്ല. സമാധി വേറെ, ചിലപ്പോ ജലസമാധി എന്നൊക്കെയാവും പറയാ അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ ശ്രീരാമനൊക്കെയാവും. എന്താ അഭിപ്രായം? പറയാറില്ല. എന്തുകൊണ്ട്? ഈ ദേഹം കൊണ്ട് കൃതം കൃത്യതയാ തൃപ്തയതി, ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇനി അയാൾക്ക് അയാളുടെ സ്വേച്ഛപ്രകാരം ഉപേക്ഷിക്കാം. അതിന് ആത്മഹത്യ എന്ന് പറയാറുണ്ടോ? ഇല്ല. അത് കണ്ടു വേറൊരാൾ എന്ത് ചെയ്തു? അയാൾക്ക് അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ വീണ്ടും വരണം. ഇത്രേ പണിയില്ല, വ്യത്യാസമുണ്ട്. ആദ്യം നശിച്ചത് പിന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ആദ്യം നശിച്ചിട്ടുണ്ട്. ജ്ഞാനപ്രാപ്തി സമയേ എന്തുണ്ടായി? നശിച്ചിട്ടുണ്ട്. പറഞ്ഞില്ലേ? അതേപോലെ ജ്ഞാനി ചെയ്യപ്പെടുന്ന കർമ്മ അല്ല. പക്ഷെ കർമ്മം ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ. നിങ്ങളെ കണ്ണിന്റെ കുഴപ്പമാണ് എന്നാണ്. ഇന്ന് സാധാരണക്കാര് ചെയ്യണതോ അജ്ഞാനി ചെയ്യണതോ അത് നല്ല കർമ്മവും. എന്താണ്? കർമ്മം കൊണ്ട് ചെയ്യപ്പെട്ട ക്ഷീണം ആർക്കുണ്ട്? ശരീരത്തിനുണ്ടാവും കേട്ടോ. ശരീരത്തിന് ഏതൊരാൾക്കും ക്ഷീണം ഉണ്ടാവില്ലേ? പക്ഷെ അതിനപ്പുറത്ത് വേറെ ക്ഷീണം ഉണ്ട്. അതെന്താ? മനസ്സിനും ബുദ്ധിക്കും ഒക്കെ ക്ഷീണം ബാധിക്കും. അതിലപ്പുറം ജീവാത്മാവും ക്ഷീണിക്കും. ചെയ്ത് ക്ഷീണിക്കും. അപ്പൊ ചെയ്യാനായിട്ട് വീണ്ടും വരണം, ബാക്കി ചെയ്യാൻ. വ്യക്തമല്ലേ ഇതിന്റെ ഭാഷ? അല്ല വല്ല കുഴപ്പമുണ്ടോ? ഏതായാലും ഇവിടെ പറയാണ് ജ്ഞാനം കൂടാതെ ഇവിടെ പാചകം നടക്കുന്നില്ല. അപ്പൊ അറിവിന്റെ സ്ഥാനം ഏതാന്ന് നോക്കണം. പിന്നെ പറയുന്നത് കർമ്മം അവിദ്യയുടെ വിരോധിയാകാത്തത് കൊണ്ട് കർമ്മം അവിദ്യയെ ദൂരീകരിക്കയില്ല, അതായത് നശിപ്പിക്കയില്ല. വിദ്യയാകട്ടെ വെളിച്ചം കൂരിരുട്ടിനെ എന്ന പോലെ അവിദ്യയെ നശിപ്പിക്കുക തന്നെ ചെയ്യുന്നു.
ഇവിടെ വെളിച്ചം കൂരിരുട്ടിനെ എന്ന പോലെ എന്നുള്ളത് അടിവരയിട്ട് വെക്കണം. വെളിച്ചം കൂരിരുട്ടിനെ എന്ന പോലെ. വെളിച്ചം അറിവിൽ എന്തുണ്ടാവുന്നു? വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട്. അല്ലാതെ ഇരുട്ടിന് ഭാവം ഇല്ല. വെളിച്ചത്തിന്റെ അഭാവത്തിന് പറയുന്ന പേരാണ് ഇരുട്ട്. ഇരുട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇരുട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇരുട്ടില്ല. ഉണ്ടെങ്കിൽ അത് കാണേണ്ടതായിരുന്നു. ഞാൻ ഇരുട്ടിനെ കാണുന്നുണ്ടല്ലോ. ഇല്ല, വസ്തുക്കളെ കാണാതിരിക്കുക എന്നുള്ളതാണ് ഇരുട്ടിന്റെ പണി. ഇരുട്ടിനെ കാണാൻ പറ്റില്ല. ഇവിടെ എങ്ങനെ അത് മനസ്സിലാക്കാന്ന് ചോദിച്ചാൽ അത് വേദാന്ത വിജ്ഞാനത്തിൽ അത് പറഞ്ഞു തരും. നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഭൗമ പദാർത്ഥങ്ങൾക്കെല്ലാം തെളിയണമെങ്കിൽ എന്ത് വേണം? വേറൊരാളുടെ സഹായം ആവശ്യമുണ്ട്, വേണ്ടേ? അപ്പോ ഭൂമിയിലുള്ള വസ്തുക്കളെ നമുക്ക് തെളിഞ്ഞു കാണണമെങ്കിൽ എന്ത് വേണം? പ്രകാശ സ്രോതസ്സായ സൂര്യൻ വിചാരിക്കണം, വേണ്ടേ? അപ്പൊ മറ്റൊരാളെ സഹായം വേണം. അപ്പോ ഈ കാണപ്പെടുന്ന ഭൗമ പദാർത്ഥങ്ങളെല്ലാം എന്താണ്? നശിച്ചു പോകുന്നതാണ് അജ്ഞാന സന്തതികളാണ്. അതിൽപ്പെട്ടതാണ് നമ്മളൊക്കെ. മനസ്സിലായില്ലേ? അപ്പോ അതിന് നേരത്തെ പറഞ്ഞു മറക്കരുത്, പാചകം ചെയ്യാൻ അഗ്നി എന്ന പോലെ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? മുക്തിയിലേക്ക്, ഈശ്വര സാക്ഷാത്കാരമാകുന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറണമെങ്കിൽ ഇവിടെ ഈ ഭൗമ പദാർത്ഥങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു സഹായമുണ്ടല്ലോ, അതിനെ അറിയണം എന്ന പോലെ അതിനെ തെളിഞ്ഞ് കാണണമെങ്കിൽ, ഇതിനെ കാണണമെങ്കിൽ, ഏത് നമ്മളുടെ ലക്ഷ്യപ്രാപ്തിക്ക് കാരണമായ, അപ്പം എന്ത് വേണം? എൻ്റെ മാർഗം എനിക്ക് കാണണമെങ്കിൽ എന്ത് വേണം? കാണണമെങ്കിൽ വെളിച്ചം വേണ്ടേ? വേണമല്ലോ. ആ വെളിച്ചം എവിടുന്ന് കിട്ടും? അതിൻ്റെ പേരാണ് ജ്ഞാനം. നേരത്തെ അഗ്നി പറഞ്ഞു, ഇപ്പൊ അജ്ഞാനം. അപ്പൊ ജ്ഞാനമാണ്, അറിവാണ് എന്ത്? എനിക്ക് എന്നെ കാണിച്ചു തരുന്ന വസ്തു. ഈ ഭൗമ പദാർത്ഥത്തെ അഥവാ ഈ കാര്യസംഘാതത്തെ കാര്യം എന്താണ്? അജ്ഞാനമാണ്. അതിനെ കാണിച്ചു തരുന്ന കാരണം ഏതാണ്? പ്രകാശമാണ്, അല്ലേ? അതുകൊണ്ട് പ്രകാശമില്ലെങ്കിൽ എന്താണ്? ഇതെല്ലാം ഇരുട്ടാണ്, അല്ലേ? അപ്പോ ഇരുട്ടിനെ നീക്കുകയാണോ ചെയ്യുന്നത്? വെളിച്ചം കൊണ്ടുവരികയാണോ? ഇരുട്ടിനെ നീക്കുകയാണെങ്കിൽ ഇതിനുള്ളിലുള്ള ഇരുട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായിരുന്നു. അതല്ല ഉണ്ടാവുന്നത്. വെളിച്ചത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുട്ട് അല്ലാതാവുകയാണ്, ഇല്ലാതാവുകയല്ല, അല്ലാതാവുകയാണ്. അപ്പൊ അറിവില് അജ്ഞാനം നശിക്കുന്നു എന്ന് പറയുന്നത് അജ്ഞാനം എന്നുള്ളതുണ്ടോ? അജ്ഞാനം ഉണ്ടോ? അജ്ഞാനം ഉണ്ടോ എന്നാ ചോദ്യം. ഇരുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു? ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇരുട്ട് എന്ന പോലെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് സന്ദേശം തന്നു? അജ്ഞാനം ഇല്ല. ഇല്ലാത്തതിനെ നീക്കാം ആരാ പ്രയത്നിക്കാറ്? വെറുതെ വൃഥാ വ്യായാമം. ഇല്ലാത്തതിനെ നീക്കേണ്ട പണിയുണ്ടോ? ഇല്ലാത്തതിനെ നീക്കുക എന്നുള്ള പണി ചെയ്യണ്ട എന്നുള്ളത് അഷ്ടാവക്ര സംഹിത പറഞ്ഞുതരും. അഷ്ടാവക്ര സംഹിതയിൽ നേരിട്ടാ പറഞ്ഞു തരുന്നത്, വേറെ ഒന്നും പറഞ്ഞില്ല. അത്രേ പറയുള്ളൂ. ഈ പറഞ്ഞ വിവരണങ്ങളൊന്നുമില്ല. പിന്നെന്താ പറയണത്? അജ്ഞാനം ഇല്ല, പിന്നെന്താ നീക്കണത്? ഉണ്ടെങ്കിലല്ലേ നീക്കേണ്ട പ്രക്രിയയുള്ളൂ. ഇല്ലാത്തതിന് നീക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവര് നീക്കട്ടെ എന്ന്. അതുകൊണ്ട് ഇരുട്ട് ഉണ്ട് എന്നുള്ളത് തോന്നുന്നവര് ഇരുട്ട് നീക്കാൻ പ്രയത്നിക്കട്ടെ. ഇരുട്ട് ഇല്ല എന്നുള്ളവര് അത് നീക്കാൻ പണിപ്പെടണോ? അതുപോലെ അജ്ഞാനം ഉണ്ട് എന്ന് തോന്നുന്നവര് അജ്ഞാനം ദൂരീകരിക്കാൻ ശ്രമിക്കട്ടെ. അജ്ഞാനം ഇല്ലാത്തവര് ദൂരീകരിക്കാൻ ശ്രമിക്കാറുണ്ടോ? അതുകൊണ്ട് ഇവിടെ വേദാന്തം
വ്യക്തമാക്കുന്നത് അജ്ഞാനത്തെ ദൂരീകരിക്കുക എന്നുള്ളതല്ല, പിന്നെന്താണ്? അറിവ്, അല്ലെ? അറിയാ എന്നുള്ളതാണ്. ഇതാകെ കൂടി കലങ്ങി പറയുന്നുണ്ടോ? ആകെ ഇല്ലല്ലേ? പ്രശ്നമില്ല അല്ലേ? പഠിച്ചു തന്നെയാണ്, അതിനെ കൂടുതൽ അരയ്ക്കാന്നേ ഉള്ളൂ. അതുകൊണ്ട് കൂരിരുട്ടിനെ എന്ന പോലെ, വെളിച്ചം കൂരിരുട്ടിനെ എന്ന പോലെ അവിദ്യയെ നശിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറയും, ഉറപ്പിക്കുക. ആത്മാവ് അജ്ഞാനം നിമിത്തം പരിച്ഛിന്നം എന്ന പോലെ തോന്നുന്നു. അത് അജ്ഞാനം നശിച്ചാൽ മേഘങ്ങൾ നീങ്ങുമ്പോൾ സൂര്യൻ എന്ന പോലെ കേവലനായി സ്വയം പ്രകാശിക്കുക തന്നെ ചെയ്യും. കിട്ടിയില്ലേ സമാധാനം? ആത്മാവ് അജ്ഞാനം നിമിത്തമാണ് പരിച്ഛിന്നനായി തോന്നപ്പെടുന്നത്. ആത്മാവ് പ്രതിശരീരം ഭിന്നനാണ് എന്ന് തോന്നുന്നത് അജ്ഞാനം നിമിത്തമാണ്. എന്നിലൊരാത്മാ, നിങ്ങളിൽ ഓരോരുത്തരിലും ഓരോ ആത്മാ എന്ന് തോന്നുന്നത് എങ്ങനെയാണ്? അതും അജ്ഞാനമാണ്. അങ്ങനെയുള്ള അജ്ഞാനം നശിച്ചാൽ മേഘങ്ങൾ നീങ്ങുമ്പോൾ സൂര്യൻ എന്ന പോലെ, മേഘങ്ങൾ നീങ്ങുമ്പോൾ സൂര്യൻ എന്ന പോലെ, സൂര്യന്റെ ജ്വാലയിൽ മേഘങ്ങൾ എന്തായി? മേഘമല്ലാതാവുന്നത് പോലെ. നേരത്തെ പറഞ്ഞ ഉദാഹരണം ഓർക്കണം. ഇരുട്ട് അല്ലാതാവുകയാണ്, ഇരുട്ട് ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്. അതേപോലെ മേഘങ്ങൾ സൂര്യനെ മൂടിയിട്ടില്ല, പിന്നെന്താ ചെയ്യുന്നത്? മൂടിയെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ വ്യവഹാരത്തിൽ നമ്മൾ പറയും എന്താ? സൂര്യനെ മേഘം മൂടി എന്ന്. അതേപോലെ അജ്ഞാനം കൊണ്ട് അവിദ്യ നമ്മളെ മൂടി. അജ്ഞാനിയാണ് ഞാൻ എന്നൊക്കെ പലരും ഇങ്ങനെ വേവലാതിപ്പെടുന്നു. വാസ്തവത്തിൽ എന്താണ്? കാർമേഘം സൂര്യനെ എന്ന പോലെയാണത്. അതുകൊണ്ട് ശരിക്കും സൂര്യന്റെ ശോഭയിൽ എന്തായി? മേഘത്തിന് അങ്ങോട്ട് അടുക്കാൻ തന്നെ പറ്റില്ല. അതുകൊണ്ട് എന്താണ്? ഞാൻ സ്വയം സൂര്യനാണ് എന്നറിയാ. സൂര്യനാണെന്ന് പറഞ്ഞാൽ ഒരു കത്തിജ്വലിക്കുന്ന പോലാണെന്നറിയല്ല. ഒരല്പം പോലും അവിദ്യാമലങ്ങളില്ലാത്ത പ്രകാശ സ്വരൂപമാണ് താൻ എന്ന് സ്വയം അറിയാം. തന്നിൽ തന്നെ കൊണ്ട് തന്നാൽ അറിയുക. ഗുരുനാഥൻ അറിഞ്ഞിട്ട് കാര്യമില്ല. ഗുരുനാഥന്റെ അടുത്ത് വെളിച്ചമുണ്ട്. അയാൾ പോരുന്ന വഴിക്ക് ഒരാള് നടന്നു പോണ സമയത്ത് ഒരു പാമ്പിനെ കണ്ടു. പാമ്പിനെ കണ്ട ഉടനെ തന്നെ അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ഭയം വർദ്ധിച്ചു. അത് മൂർഖനാണ്, അത് ഇത്ര നീളമുണ്ട്, ഇത്ര വണ്ണുണ്ട്, ഇത്ര അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു. അത് ചീറ്റുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു വയ്ക്കാം. അത് ബാക്കിയൊക്കെ ആരോപിച്ചതാ. അപ്പോഴാണ് ആ വഴിക്ക് എതിരെ വേറൊരാൾ വരുന്നുണ്ട്. അയാൾ ടോർച്ചടിച്ചാ വരുന്നത്. അയാൾ പറഞ്ഞു അത് പാമ്പല്ല, അത് കയറാണ്. ഇപ്പൊ എന്തായി? കേട്ട ആൾക്ക് സമാധാനമായി. എത്ര വരെ? അയാൾ പോണത് വരെ. കാരണം അയാൾക്ക് ടോർച്ച് കിട്ടിയില്ല. ടോർച്ച് അടിച്ച് വന്ന ആള് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് സമാധാനല്ലേ? സമാധാനം. ഇത്രയേ ഉള്ളൂ ഗുരുവിന്റെ സ്ഥാനം. ഗുരു പറഞ്ഞു, ഗുരു പോയി. കേട്ടപ്പോ ഒരു സമാധാനായി. സംശയം തീർന്നോ? ഇല്ല. കുറച്ച് കഴിഞ്ഞ സംശയം വീണ്ടും വരും. അപ്പൊ ചോദ്യം ആരല്ല ശരിയായ ഗുരു അല്ലാത്തതുകൊണ്ട്. അങ്ങനെയല്ല, ഏത് ഗുരു ആവട്ടെ, ഏത് സംശയങ്ങളാവട്ടെ, തൽക്കാലം തീർക്കും. പിന്നെയും സംശയം വരും. എന്നാ സംശയം മുഴുവൻ തീരുക? സംശയങ്ങൾ മുഴുവൻ അജ്ഞാനതലത്തിലാണ്. അതുകൊണ്ട് ടോർച്ച് കയ്യിൽ വന്നാൽ അല്ലേ, കയ്യിലെന്ന് പറയുന്നത് ശരിയല്ല, സ്വയം ഒരു ടോർച്ച് ആയാൽ അല്ലേ, അപ്പൊ എന്തായി? പിന്നെ അവിടെ വെളിച്ചം തന്നെയായി. പിന്നെ അവിടെ സംശയമില്ല. പിന്നെ വേറെ ആൾക്കാർ വരുന്നുണ്ട്, അല്ലാട്ടോ നിങ്ങൾ ടോർച്ച് അടിച്ചപ്പോൾ നിങ്ങളുടെ ടോർച്ച് കൊണ്ട് കണ്ടത് കയറായിരിക്കും, പാമ്പ് ആണ് തന്നെ, പാമ്പ് അല്ല, പാമ്പ് അല്ലാന്ന് നിങ്ങൾ വിചാരിച്ചതാണ്, അത് പാമ്പ് തന്നെയാണ്, അത് അനങ്ങുന്നില്ലേ എന്നൊന്നും പറഞ്ഞാലും അയാൾ എന്ത് പറയും? ഒരിക്കലുമല്ല, അത് കയറ് തന്നെയാണ്. ഏതുവരെ? അല്ലാതെ അതുവരെ എത്ര 1000 ഗുരുജനങ്ങൾ പറഞ്ഞാലും
പിന്നെയും അത് പാമ്പായേക്കാം. പറഞ്ഞു മനസ്സിലായില്ലേ? പറഞ്ഞു മനസ്സിലായില്ല? അതുകൊണ്ട് എന്തേ വഴിയുള്ളൂ? സ്വയം ആ സൂര്യൻ ആവുക. അതാ പറഞ്ഞത് സൂര്യനാവുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സ്വയം പ്രകാശം ആയിത്തീരുക. സൂര്യൻ എന്ന പോലെ കേവലനായി സ്വയം പ്രകാശിക്കുക തന്നെ ചെയ്യുക. കേവലൻ എന്നുള്ള വാക്കിനർത്ഥം കലർപ്പില്ലാത്തവൻ എന്നാണ്. ഇപ്പൊ നമ്മൾ അറിയുന്നത് കലർപ്പോട് കൂടിയാണ്. ആകെ കൂടി കലർന്നുകൊണ്ടാണ്. ഉള്ളിലും കൂടി കലർന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ കൂടി കലർന്നുകൊണ്ടുള്ള അറിവാണ്. ആ കൂടി കലർപ്പൊന്നുമില്ലാതെ ആരാണത് അറിയാൻ അധികാരി? ആരോട് ചോദിച്ചാൽ അറിയുക? ആരോടും ചോദിക്കേണ്ട, ഞാൻ എന്നോട് ചോദിക്കാം. പുറത്ത് ചോദിച്ചിട്ട് അറിഞ്ഞിട്ട് അത് ഉറപ്പ് വരുന്നില്ല. പുറത്ത് ചോദിക്കേണ്ടതല്ല, എന്നോട് ചോദിക്കേണ്ടതാണെന്ന് അറിയാൻ പുറത്ത് ചോദിക്കേണ്ടിയിരുന്നു. ഇനി ഇത് പുറത്തേക്ക് ചോദിച്ചാൽ കിട്ടില്ല. പിന്നെ എന്തേ ഉള്ളൂ? പിന്നെ സ്വയം ഞാൻ എന്നോട് തന്നെ ചോദിക്കാം. എന്നോട് ചോദിക്കാം, ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കാം, ഉള്ളിലേക്ക് ചോദിക്കാം. പുറത്തേക്കുള്ള ചോദ്യമൊക്കെ നിന്നു, ഇനി ഉള്ളിലേക്ക് ചോദിക്കാം. ഞാൻ സൂര്യനാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ സൂര്യനാണ് പറയുമ്പോൾ സൂര്യൻ എന്നുള്ള സങ്കല്പം എന്താണെന്ന് അറിയണം. ഇനി വേണ്ട, ഞാൻ ശിവോഹം എന്ന് ജപിച്ചാൽ മതി പോരെ? ശിവോഹം എന്താ? ശിവോഹം എന്ന് പറഞ്ഞാൽ അഹം ശിവം, മംഗളസ്വരൂപം. ഞാൻ മംഗളസ്വരൂപനാണ്, ഞാൻ ജ്ഞാനസ്വരൂപനാണ്. അപ്പൊ ഇതുവരെ നമ്മൾ ജപിച്ചത് എന്തായിരുന്നു? ശവം. അത് പറയുന്നില്ലെങ്കിൽ അതാണ് ജപിക്കുന്ന ഉള്ളില് ശവോഹം. പുറമേക്ക് വേണമെങ്കിൽ കേൾക്കുന്നത് ശിവോഹം എന്നാവും, പക്ഷെ ഉള്ളിൽ ജപിക്കുന്നത് ശവോഹം എന്നായിരിക്കും. അഹം ശവം. ഈ ശവത്തെ നോക്കിയിട്ടാണ്, അതിനു വേണ്ടിയുള്ള സ്മരണയിലാണ് എപ്പോഴും കഴിഞ്ഞുകൂടുന്നത്. ഇപ്പോഴും സ്മരണ അതാ. 6:15 ശവസ്മരണ. ശരീര സംബന്ധികളായ അല്ലേ? ചായ കിട്ടിയ തിരക്കില്ല, വീട്ടിൽ പോയ തിരക്കില്ല, അങ്ങനെ പലതുണ്ടാവും അല്ലേ? അങ്ങനെയുള്ള ആ സ്മരണകൾ അപ്പോഴേക്ക് എന്തായാലും ശവോഹമായി. ഈ ശവോഹം മാറി ശിവോഹം. എന്നിട്ട് ശവത്തിനുള്ള കൊടുക്കട്ടെ, പക്ഷെ ശവത്തിനുള്ള സ്മരണ ഉണ്ടാവുന്നില്ല. ഇത് ശിവോഹം ജപിക്കുമ്പോഴും ശവോഹമാണെങ്കിൽ, അതുകൊണ്ട് ശരിക്കും ഒരു ജ്ഞാനപ്രകാശത്തിന്റെ കലർപ്പില്ലാത്ത സൂര്യനായി തീരൂ. ഇതാണ് ഉപദേശം. കലർപ്പ് വേണ്ട, സമയായിട്ടുണ്ട്. അപ്പൊ ഇനി അഹം ശിവം ശിവോഹം ജപിക്കുമാറാവട്ടെ അല്ലേ? ശവോഹം പരമാവധി ഉപേക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആത്മാവിനെ ഹനിക്കുന്നവരിൽ നിന്ന് മാറിയിട്ട് പിന്നെന്ത് വേണം? ആത്മാ സ്മരിക്കുന്നവരായി തീരട്ടെ. എത്ര കഴിയുമോ അത്ര. അതിനെ വേറെ ഒന്നും മാറ്റി വെക്കണ്ട. എന്നാലും എന്തൊരു ക്രിയകൾ ചെയ്യുകയാണെങ്കിലും അതിലൂടെ ആത്മാവിനെ ഓർമ്മിക്കപ്പെടുമാറാകട്ടെ. ആവും. ഏതിലൂടെയും ഓർമ്മിക്കപ്പെടുമാറാകും. ഒരു ദൃഷ്ടി ഒന്നുകൂടി സൂക്ഷ്മമായി തന്നാൽ മതി. സ്ഥൂലതയിൽ നിന്നൊന്ന് ഭേദിച്ച് എക്സ്റേ കിരണങ്ങളെപ്പോലെ അതിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ മതി അല്ലേ? സ്ഥൂലമായ വസ്തുക്കളിൽ നിന്ന് സൂക്ഷ്മതയിലേക്ക് പ്രവേശിക്കും തോറും ആ ശവോഹം എന്നുള്ളത് ശിവോഹമായി തീരും. സംശയമൊന്നുമില്ല. പറഞ്ഞ് ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു അല്ലേ? സ്ഥൂല പദാർത്ഥങ്ങളെ അപഗ്രഥിക്കുമ്പോൾ ശരീരബോധം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് ചെല്ലുന്ന സമയത്ത്, അതാണല്ലോ നമ്മളൊക്കെ പഠിച്ചത്, കണ്ണ് എന്നുള്ളത് നല്ല കണ്ണെന്ന് പറയുമ്പോഴേക്കും സ്ഥൂല ദൃഷ്ടി, അതിന് ഒന്നുകൂടി ആ നല്ലതിനെ ഒന്നുകൂടി നമ്മൾ അപഗ്രഥിക്കാൻ പോയാൽ ചിലപ്പോൾ സഹായത്തിന് ഉപനിഷത്തുകൾ വേണ്ടി വരും, ഈശോ കേനൊക്കെ വേണ്ടി വരും അല്ലേ? അപ്പോഴേക്കും ആ കണ്ണ് കാണുന്നത് ആരാണ്? ആ കാണുന്നവൻ ആരാണ്? അങ്ങനെ സൂക്ഷ്മചിന്തനം ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടി അത് കേമായി. ഇങ്ങനെ കാണുന്ന ഓരോ പദാർത്ഥങ്ങളെയും ശരീരസ്മരണയിൽ നിന്ന് മാറി ആ ആത്മാവിന്റെ വിഭൂതിയാണല്ലോ ഇത് എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് ശരീരസ്മരണയാവട്ടെ. ഇപ്പൊ ഏതായി പ്രാധാന്യം ആത്മാ അനുസന്ധാനത്തിനായിക്കോട്ടെ. ഇപ്രകാരം ആത്മാനുസന്ധാനം ചെയ്യപ്പെടുമാറാകട്ടെ എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ സന്ദേശം. തൽക്കാലം ഉപസംഹരിക്കുന്നു. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.